ആ ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല. ആ ആ ലോകം ദൈവത്തിന്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു. സ്വത്രം സ്വത്രം വിശ്വാസത്താൽ അറിയുന്നു. വിശ്വാസത്താൽ ഹാബേൽ ദൈവത്തിന് കൈയിന്നതിലും പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. ആമേൻ. അവനെ നീതിമാൻ എന്ന് സാക്ഷ്യം ലഭിച്ചു. ആ മതി നിൽക്കട്ടെ. സ്തോത്രം. എബ്രായലേഖനം സ്തോത്രം 11-ന്റെ 1-ാം വാക്യത്തിൻ്റെ ശിശു പ്രസംഗത്തിൻ്റെ 2-ാമത്തെ എപ്പിസോഡാണ് നിങ്ങൾ കേൾക്കുന്നത്. ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ട് പറയുക. സ്തോത്രം. അപ്പോൾ അവിടെ ഇപ്പൊ വായിച്ചു നിർത്തി അവസാനത്തെ വാക്യതാ ആ നീതിമാൻ, നീതിമാൻ എന്ന്. അപ്പൊ ആ യാഗത്തിലൂടെ ഹാബേലിന് കിട്ടിയത് നീതിമാൻ എന്ന ദൈവത്തിന്റെ സാക്ഷ്യം. നീതിമാനായി, നല്ല മനസ്സോടെ, ശുദ്ധഹൃദയത്തോടെ. 1 തീമോഥെയോസ് 1-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം വായിക്കേണ്ട. ശുദ്ധഹൃദയം, നല്ല മനസ്സാക്ഷി, നിർവ്യാജ വിശ്വാസം എന്നിവയാൽ ഉളവാകുന്ന സ്നേഹം. അപ്പൊ ശുദ്ധഹൃദയത്തോടെ ഒരു യാഗം ഹാബേൽ നടത്തിയപ്പോൾ ആ യാഗത്തിന് എന്ത് കിട്ടി? നീതിമാൻ എന്ന സാക്ഷ്യം ലഭിച്ചു. അതുപോലെ അവൻ മരിച്ച ശേഷം സംസാരിച്ചു കൊണ്ടിരിക്കുന്നു എന്നവരെ കുറിച്ച് പറയുന്നില്ലേ ഹാബേൽ? വാത്സല്യ ദൈവമക്കളെ, ഹല്ലേലൂയ. ദൈവത്തിന്റെ സാക്ഷ്യമാണ് നമുക്ക് വേണ്ടത്. എന്ത് കാര്യം ചെയ്താലും, കൺവെൻഷൻ നടത്തിയാലും, ഉപവാസ പ്രാർത്ഥന നടത്തിയാലും, കോട്ടയം മീറ്റിംഗ് നടത്തിയാലും, സ്വത്ര സൺഡേ സ്കൂൾ മീറ്റിംഗ് നടത്തിയാലും, എന്ത് ചെയ്താലും അത് ദൈവത്തിൻ്റെ ഒരു സാക്ഷ്യം നമ്മൾ പ്രാപിച്ചെടുക്കണം. ദൈവത്തിന്റെ സാക്ഷ്യമില്ലാതെ എന്ത് ചെയ്തിട്ട് എന്ത് പ്രയോജനം എന്ന് എൻ്റെ ചോദ്യം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം പറയുന്നു ഹാബേലിന് നീതിമാൻ എന്ന സാക്ഷി ലഭിച്ചു. അടുത്ത വാക്യത്തിലേക്ക് വരാം. അടുത്ത വാക്യത്തിലേക്ക് വരാം. സംസാരിച്ചു. ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അടുത്ത് പോട്ടെ. വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു. ഇതെല്ലാം വിശ്വാസത്താലാണ് കേട്ടോ. ഹാബേല് യാഗം നടത്തിയ വിശ്വാസത്താല. വിശ്വാസത്താൽ. സ്തോത്രം. നമ്മളും അങ്ങനെ തന്നെ വിശ്വാസത്താലാണ് മുമ്പോട്ട് പോകേണ്ടത്. വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു. അടുത്ത് ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു. എടുക്കപ്പെടുന്നതിന് മുമ്പ്. അതാ എന്റെ പ്രത്യേകത. ആ മാന്യദേഹത്തിന്റെ പ്രത്യേകത എന്താ? വിശ്വാസത്താൽ. വിശ്വാസത്താൽ എന്ത് ചെയ്തു? ഇപ്പൊ നമ്മൾ വായിച്ച ക്യാരക്ടർ ഏതാ? അല്ലല്ല, ഹാബേലല്ല. മറ്റേ നോ 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 ഇപ്പൊ വായിച്ച വ്യക്തി ഹാബേലല്ല, ഹാനോക്ക്. മരണം കാണാതെ എടുക്കപ്പെട്ടു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു. എന്ത്? എടുക്കപ്പെടുന്നതിന് മുമ്പ് സാക്ഷ്യം പ്രാപിച്ചു. ദൈവത്തെ പ്രസാദിപ്പിക്കുക. ഹാബേലിന്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചു. ഹാനോക്ക് ദൈവത്തെ പ്രസാദിപ്പിച്ചു. 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുവരികയാണ്. പെട്ടെന്ന് ഒന്ന് വായിക്കാം. 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായം വായിച്ചോട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. 10-ന്റെ 1 മുതൽ വായിച്ചോ. ഉറച്ചു വായിക്കണേ. ഇവിടെ നമ്മുടെ എല്ലാവരും സമുദ്രത്തിലൂടെ കടന്ന് എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു. അടുത്ത് എല്ലാവരും ഒരേ ആത്മീയകാരനായി നിന്ന് എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവായിരുന്നു. എങ്കിലും അവരിൽ മിക്കപേരും ദൈവം പ്രസാദിച്ചില്ല. ദൈവം പ്രസാദിച്ചില്ല. മിസ്രയീമിൽ നിന്ന് പാട്ടും പാടി പുറപ്പെട്ട ഇസ്രായേൽ മക്കൾ ദൈവം പ്രസാദിച്ചില്ല. ഒരേ ആത്മീയാഹാരം തിന്നവർ, ഒരേ ആത്മീയപാനീയം കുടിച്ചവർ, ഒരേ ലക്ഷ്യത്തിലേക്ക് യാത്ര ചെയ്തവർ, ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനം. യാക്കോബിന്റെ കടിപ്രദേശത്തുണ്ടായ ഇസ്രായേൽ മക്കൾ 430 സംവത്സരം അടിമതുഖത്തിൽ കിടന്ന് ഞെളിവിരി കൊണ്ടവർ. അവർ കിടന്ന് കരഞ്ഞ് നിലവിളിച്ചപ്പോൾ മോശയോട് ദൈവം പറഞ്ഞു, മോശേ നീ ഇറങ്ങി ചെല്ലുക, ആ ജനത്തെ പിടിവിക്കുവാൻ ഞാൻ നിന്നെ ഉപയോഗിക്കും. അയ്യോ, ഞാൻ വിക്കനാണല്ലോ. ഒന്നും നോക്കണ്ട, നീ അല്ലേ,
മോശ വിധേയപ്പെട്ട് ചെന്നു. മോശയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് പാട്ടും പാടി സന്തോഷത്തോടെ പുറപ്പെട്ടു വരുന്ന ചരിത്രം ബുക്ക് ഓഫ് എക്സോഡസ്, പുറപ്പാട് പുസ്തകം നമുക്ക് തരുന്നുണ്ട്. അങ്ങനെ അവർ സന്തോഷത്തോടെ യാത്ര ചെയ്ത് ദൈവം അവർക്ക് കൊടുത്ത വാഗ്ദത്ത നാട്ടിൽ, ഏതായിരുന്നു? കനാൻ ദേശം. അങ്ങോട്ട് യാത്ര ചെയ്യുക. അവർ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട് അവർക്ക് കൊടുത്ത വാഗ്ദത്ത കനാനിലേക്ക് അവർ യാത്ര ചെയ്യും. പുതിയ നിയമസഭ ശ്രദ്ധിച്ചു കേൾക്കണേ, ഈ ഒരു പഠനം. ലോകമാകുന്ന മിസ്രൈമിൽ നിന്ന് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരായി, വിളികേട്ടവരായി ഞാനും നിങ്ങളും ഈ ലോകമാകുന്ന മിസ്രൈമിൽ നിന്ന് യാത്ര ചെയ്ത് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആത്മീക കനാനായ സ്വർഗത്തിലേക്കാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ ആക്ഷരിക കനാനിലേക്ക് യാത്ര ചെയ്തു, നമ്മൾ ആത്മീയ കനാനായ സ്വർഗത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈ രണ്ട് യാത്രകൾക്ക് തമ്മിൽ ചില ബന്ധങ്ങളുണ്ട്. സ്തോത്രം. അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞത്. അവരൊരു യാത്ര ചെയ്തു, നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. അവർ യാത്ര ചെയ്ത് പകുതി വഴിക്കെല്ലാം പോയി. അവർ മിക്കപേരിലും ദൈവം പ്രസാദിച്ചില്ല. ലക്ഷ്യസ്ഥാനത്ത് ചെന്നെത്താതെ അവർ പട്ടുപോയി. അവിടെ ശവങ്ങൾ മരുഭൂമിയിൽ വീണുപോയി. അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുതെന്ന് പൗലോസ് ശക്തമായി പ്രബോധിപ്പിക്കുക. എനിക്ക് പുതിയ നിയമസഭയോട് പറയാനുള്ളത്, ഇവിടെ രക്ഷിക്കപ്പെട്ടതും സ്നാനപ്പെട്ടതും പരിശുദ്ധാംശം പ്രാപിച്ചതും വിട്ടതും വിറ്റതും ഒക്കെ നല്ല കാര്യം. പക്ഷെ നമ്മൾ യാത്ര ചെയ്ത് ലക്ഷ്യസ്ഥാനത്തേക്കാണോ പോകുന്നത്? അവിടെ ചെന്ന് എത്തുമോ എന്ന് വല്ല ഉറപ്പുണ്ടോ? അങ്ങനെ ഉറപ്പുണ്ടാകണമെങ്കിൽ എന്ത് വേണം? ഇപ്പൊ ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പോയിന്റ് അനുസരിച്ച് നോക്കുമ്പോൾ ദൈവത്തെ പ്രസാദിപ്പിക്കും. വിശ്വാസത്താലാണല്ലോ ഇറങ്ങിത്തിരിക്കുന്നത്. ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ടിരിക്കണം ഓരോ ദിവസവും. ഇപ്പോൾ ഞാൻ മനുഷ്യനെയോ ദൈവത്തെയോ സന്തോഷിപ്പിക്കുന്നത്. ഞാൻ മനുഷ്യനെ പ്രസാദിപ്പിച്ചാൽ ദൈവത്തിൻ്റെ ദാസനായിരിക്കയില്ല. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രസാദിപ്പിക്കാനുള്ളവരല്ല, നമ്മൾ ദൈവത്തെ പ്രസാദിപ്പിക്കാനുള്ളവരാ. ഹല്ലേലൂയ. എനിക്കറിയാം, ഒരു പാസ്റ്റർ, ഒരു സെൻട്രൽ പാസ്റ്റർ ഒരു ചർച്ചയിൽ ചെന്നാൽ ആ കീഴ് പാസ്റ്ററിൻ്റെ ഓട്ടം കാണുന്നുണ്ട്. സെൻട്രൽ വന്നിരിക്കുക, പുസ്തകം കൊടുത്തുകൊണ്ട് വാ, സ്തോത്രം സ്തോത്രം, പുസ്തകം കൊടുത്തുകൊണ്ട് വാ എന്ന് പറയും. സ്തോത്രം. ഏത് പുസ്തകം? സ്നാനപ്പെടുത്തിയതിൻ്റെ പുസ്തകം. എത്ര പേര് സ്നാനപ്പെട്ടു? ഇത്രയും പേര് സ്നാനപ്പെട്ടു. എന്തു പറ്റി? സ്നാനപ്പെടാൻ ഒരുങ്ങിയൊക്കെ നിൽക്കുക. മിക്കവാറും ഉടനെ തന്നെ സ്നാനപ്പെടും ഒക്കെ പറഞ്ഞ് അവർ പ്രസാദിപ്പിക്കുക. ഇത് ഞാൻ നേരിട്ട് അറിഞ്ഞ കാര്യങ്ങളൊക്കെ ഈ പറയണത്. ഒരു സ്വസ്ഥതയും കാണുന്നില്ല പുള്ളിക്ക്. മേൽപ്പാസ്റ്ററെ പ്രസാദിപ്പിക്കാൻ കീഴ്പ്പാസ്റ്ററുടെ കിടന്ന് വ്യഗ്രതപ്പെടുക. സ്വത്രം. അതുകൊണ്ട് അടുത്ത പ്രാവശ്യം വരുമ്പോൾ എന്ത് ചെയ്യും? പാസ്റ്റേ ക്ഷമിക്കണേ, ഞാൻ പറയുന്നില്ല. ഗുണം പിടിക്കാത്തതിനൊക്കെ പിടിച്ച് മുക്കി ഈ പേരിൽ എന്ത് ചെയ്യും? ഈ കളകളുടെ പേരെല്ലാം കൂടി ഇതിൽ എഴുതി വെക്കും. മുഴുവൻ കളകളാണ്. അമ്മ ചിരിക്കുക. ഇത് നടക്കുന്ന കാര്യം അമ്മമ്മ. ഇത് സസൂക്ഷ്മം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക. ഞാൻ വെറുതെ പറയല്ലേ, ഇത് ഞാൻ ദൈവസന്നിധി നിന്ന് പറയുകയല്ലേ. ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ ദൈവം എന്നെ വിടുവോ? ബുക്കിൽ പേര് ചേർക്കാൻ വേണ്ടി കുളം പിടിക്കാത്തവന്മാരുടെ പേരെല്ലാം പോയി വെള്ളത്തിൽ കൊണ്ടുപോയി മുക്കി അവൻ്റെ കഷ്ടത മാറ്റി, അവൻ്റെ കണ്ണീര് തുടച്ച്, അവന് ജോലി മേടിച്ചു കൊടുത്ത്, അവന് വിസ മേടിച്ചു കൊടുത്ത്, അവൻ്റെ ഭൗതിക കാര്യങ്ങളൊക്കെ നിറവേറ്റി അവനെ കൊണ്ടൊന്ന് മുക്കി പൊക്കി വെള്ളത്തിൽ പൊക്കി ഈ കുളം പിടിക്കാത്തവരെ വെച്ച് ആരാധന നടത്തിക്കൊണ്ടിരിക്കുക. എന്ത് വിഷയം? ഇതങ്ങോട്ടാ പോകുന്നേ? എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, അവിടെ ശവങ്ങൾ മരുഭൂമിയിൽ വീണുപോയി, അവർ മരുഭൂമിയിൽ പട്ടുപോയി, അവർ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു. അക്കൂട്ടത്തിൽ ഒരു ആയിപ്പോകും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാംശയം പ്രാപിച്ച് വിശുദ്ധിയിലും വേർപാടിലും ജീവിക്കുന്ന ദൈവമക്കളോട് എനിക്ക് പറയാനുള്ളത്, നാം ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ടിരിക്കണം അനുദിന ജീവിതത്തിൽ. ഹല്ലേലൂയ. ഓരോ നിമിഷവും ദൈവത്തിന് പ്രസാദമുള്ളത് മാത്രമേ നമ്മൾ ചെയ്യാവുള്ളൂ. മനുഷ്യരെ പ്രസാദിപ്പിക്കരുത്. ഭാര്യ ഭർത്താവിനെ, ഭർത്താവ് ഭാര്യയെ, അപ്പനമ്മ മക്കൾ അപ്പനമ്മയെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പ്രസാദിപ്പിക്കലൊക്കെ നിർത്തിയിട്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ഒരുങ്ങട്ടെ ദൈവസഭ. ഇല്ലെങ്കിൽ ഇസ്രായേൽ മക്കൾ ചത്തൊടുങ്ങിയതുപോലെ മരുഭൂമിയിൽ ഒരുപക്ഷെ ചത്തൊടുങ്ങി പോകാനിടയായിത്തീരും. പിന്നെ കിടന്ന് പറഞ്ഞിട്ട് കഥയില്ല. ഞാൻ ഇടയ്ക്ക് പേടിക്കുന്നൊരു ചിന്തയുണ്ട്. കർത്താവിൻ്റെ വരവിൽ നമ്മൾ എടുക്കപ്പെട്ടില്ലെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താ? ആരൊക്കെ ചിന്തിക്കാറുണ്ടോ? അതൊക്കെ ചിന്തിച്ചോണം. ഇനി എടുക്കപ്പെട്ടില്ലെങ്കിൽ അവസ്ഥ എന്തായിരിക്കും എന്ന് പറഞ്ഞേ.
പരിജ്ഞാനത്തോടെന്ന് പറഞ്ഞ്. അങ്ങനെയൊന്നും പറയരുത്. നരകത്തിൽ, പിന്നെ അവനെ കാണുന്നത് നരകത്തിലാണെന്ന് പറയണേ. അതാ എൻ്റെ മറുപടി. കണ്ടോ, അതാ എൻ്റെ മറുപടി. ബുദ്ധിമുട്ടൊക്കെ അല്ല, ബുദ്ധിമുട്ടൊക്കെ ഇവിടെയുള്ള കാര്യം. അവിടെ ബുദ്ധിമുട്ടൊന്നുമില്ല, അവിടെ ദീപൊയ്യാണ്. സ്വസ്ത്രം. കർത്താവിൻ്റെ വരവിൽ നമ്മൾ എടുക്കപ്പെട്ടില്ലെങ്കിൽ നമ്മൾ നരകത്തിൽ പോകും. ഈ ഒരു ചിന്ത നമ്മുടെ ഉള്ളിലുണ്ടാകണം. അതിനുവേണ്ടി ദൈവത്തെ പ്രസാദിപ്പിക്കണം, ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യണം, ദൈവത്തിൻ്റെ ആലോചനകൾക്കനുസരിച്ച് നമ്മൾ ജീവിക്കണം. ദൈവവചനം നമുക്ക് നമ്മുടെ മുൻപിലുണ്ട്, നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ട്. ആ വചനങ്ങൾ വായിച്ച് പഠിച്ച് അനുസരിച്ച് ജീവിച്ച് ദൈവത്തിന് പ്രസാദമുള്ളൊരു ജീവിതം നയിക്കണം. ഹല്ലേലൂയ. ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ടിരിക്കണം. ഏതോ ഒരു പ്രവചന പുസ്തകത്തിലാണെന്നുള്ളത്, എന്തോ ഒന്നുകൊണ്ട് ഞാൻ ദൈവത്തെ പ്രസാദിപ്പിക്കേണ്ടു. അറിയാം, വായിച്ചില്ലേ? 1000 തൈല നദികളിൽ ദൈവം പ്രസാദിക്കുമോ? മനുഷ്യ നല്ലതെന്തെന്ന് നന്മ ചെയ്യാനും സ്തോത്രം. ഞാൻ ആ വാക്യം മറന്നുപോയി. സ്തോത്രം. മനോഹരമായൊരു വാക്യം. ദൈവത്തെ പ്രസാദിപ്പിക്കലാണ് പ്രവാചകൻ അവിടെ പറയുന്നത്. തൈലനദിയും സാമ്പ്രാണിയും മറ്റുള്ള ഭൗതിക കാര്യങ്ങൾ കൊണ്ടൊന്നും ദൈവം പ്രസാദിക്കത്തില്ല. നന്മ ചെയ്യുക, ദൈവവചനം അനുസരിച്ച് ജീവിക്കുക. സ്തോത്രം. അതേ ഉള്ളൂ നമ്മൾ രക്ഷപ്പെടാനുള്ള വഴി. മറ്റു വേറെ ഒരു വഴിയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന വാത്സല്യ ദൈവമക്കളെ, നമ്മുടെ ക്രിസ്ത്യ ജീവിതം ദൈവത്തിന് പ്രസാദമായിരിക്കണം. കായീൻ ദൈവത്തെ പ്രസാദിപ്പിച്ചപ്പോൾ നീതിമാൻ എന്ന സാക്ഷ്യം മറ്റേ പുള്ളിക്ക് കിട്ടി, ദൈവത്തോട് കൂടെ നടന്ന ഹാനോക്കിന്. അല്ലേ? അത് വായിച്ച്, ആ ഭാഗം വായിച്ച്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. അല്ല, ഹാബേലല്ല, അടുത്ത വാക്യം. ആ, എടുക്കപ്പെട്ടു, മരണം കാണാതെ എടുക്കപ്പെട്ടു. ആ ആ അവൻ ഹാനോക്ക് എന്താ ചെയ്തേ? ദൈവത്തോട് കൂടെ നടന്നല്ലേ? ദൈവത്തോട് കൂടെ നടന്നു, ദൈവത്തിന്റെ പ്രമാണം അനുസരിച്ചുകൊണ്ടിരുന്നു. ദൈവത്തോട് കൂടെ നടന്നെന്ന് പറഞ്ഞാൽ ഒരു വലിയ ദൈവമായിട്ട് ഒരാളെങ്ങനെ നടക്കും, കൂടെ ഒരു കൈ പിടിച്ച് നടക്കുന്നൊന്നുമല്ല അതിൻ്റെ അർത്ഥം. അവന് കൊടുത്തിരുന്ന പ്രമാണം, ആ വ്യവസ്ഥ അനുസരിച്ച് അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ടിരുന്നു. അതാ അതിൻ്റെ അർത്ഥം. ഏത് യുഗത്തിലാണെങ്കിലും ഏത് തലമുറകളിലാണെങ്കിലും അവരവർക്കുള്ള ആ പ്രമാണം അനുസരിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ദൈവം നമ്മിൽ പ്രസാദിക്കുന്നത്. ഈ കൃപായുഗത്തിൽ ക്രിസ്തുവിൻ്റെ പ്രമാണം അനുസരിച്ച് കർത്താവിൻ്റെ ഇഷ്ടം ചെയ്ത് കർത്താവിൻ്റെ വചനത്തിൻ്റെ വ്യവസ്ഥ പ്രകാരം നമ്മൾ ജീവിച്ചുകൊണ്ടിരുന്നാൽ ദൈവം നമ്മിൽ പ്രസാദിക്കും. നമ്മൾ ദൈവത്തെ പ്രസാദിപ്പിക്കലാണ്. മറ്റുള്ള ആരും അത് കണ്ടുവന്ന് വരികയില്ല. കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഞെരുക്കങ്ങളും ഭാരങ്ങളും ഒക്കെ ഒരുപക്ഷെ കണ്ടെന്ന് വരാം. പക്ഷേ പ്രമാണം അനുസരിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് ദൈവത്തിന് പ്രസാദമാണ്. അല്ലാതെ മറ്റുള്ളവരെ പെരുപ്പിച്ച് കാണിക്കാൻ അത് ഇതൊക്കെ ചെയ്തുകൊണ്ടൊന്നും ദൈവത്തിന് പ്രസാദം വരത്തില്ല. ഈ കായീനും ഹാബീലും സംഭവിച്ചത് തന്നെ. ഇനി അടുത്ത വാക്യത്തിലേക്ക് വരാൻ പാസ്. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല. അടുത്ത് ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ട് എന്നും വിശ്വസിക്കേണ്ടതല്ലയോ? ഫെയ്ത്തിനെ കുറിച്ച് പറയുക. അടുത്ത് വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെ കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് ഭയഭക്തി പൂണ്ട് തന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്കായി ഒരു പെട്ടകം തീർത്തു. അവിടെ നിൽക്കട്ടെ, തുർമാനം വായിക്കണം, അവിടെ നിർത്തിയെടുത്തോട്ട് വായിക്കണം. വിശ്വാസത്താൽ അതുവരെ കാണാത്തവയെ കുറിച്ച്. എന്താ വായി അതുവരെ കാണാത്തവ? മഴ, വെള്ളപ്പൊക്കമൊന്നും അതുവരെ കണ്ടിട്ടില്ല. വേദോസം പറയുന്നത് മഞ്ഞുകൊണ്ട് ഭൂമിയെ നനച്ചുകൊണ്ടിരുന്നൊരു കാലമാണ്. അപ്പൊ ദൈവം പറഞ്ഞു ഈ ജനത്തെ നശിപ്പിക്കാൻ പോവാ ജലപ്രളയം കൊണ്ട്. ആ പുള്ളി കേട്ട ഉടനെ ജലപ്രളയോ? അതെന്ത് പ്രളയം? നമ്മളൊക്കെയാണെങ്കിൽ ചോദിച്ചാൽ അതെങ്ങനെ ഇരിക്കുമെന്നൊക്കെ ചോദിച്ചു തന്നെ. അതൊന്നും ചോദിക്കണ്ട. ദൈവം പറഞ്ഞു ഞാൻ ജലപ്രളയം കൊണ്ട് ഈ ഭൂമിയെ നശിപ്പിക്കാൻ പോവാ. നീ എന്ത് ചെയ്യുക?
ഒരു പെട്ടകമുണ്ടാക്കി നീ നിൻ്റെ കുടുംബവും അതിൻ്റെ ഉള്ളിൽ കയറുക, മൃഗങ്ങളിലും പക്ഷി ഇറവജാതികളിലെല്ലാം ഈരുണ്ട് അതിനെ കയറ്റുക, എന്നിട്ട് അങ്ങോട്ട് പ്രസംഗിച്ചോളാൻ പറഞ്ഞു. ജീവന് കൊതി വേണമെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ കയറിക്കോ, ദൈവം ഇതാ നശിപ്പിക്കാൻ പോകുന്നു. ആ പാവം പിടിച്ചവൻ 120 വർഷം പ്രസംഗിച്ചു എന്ന് ഡേയ്സ് ബൈബിളിലൊക്കെ അതിൻ്റെ ഫുട് നോട്ട്സിൽ കിടപ്പുണ്ട്. 120 വർഷം ആ മനുഷ്യൻ പ്രസംഗിച്ചുകൊണ്ടിരുന്നു. അവനൊരു വട്ടനായിട്ട് അന്നത്തെ ലോകം കണ്ടു. സ്വത്രം. പുള്ളി പകലൊക്കെ പോയി അധ്വാനിച്ച് ജോലിയൊക്കെ ചെയ്തിട്ട് കിട്ടുന്ന സമയം വന്ന് പെട്ടകം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. തട്ടിമുട്ടി ചുറ്റിയൊക്കെ എടുത്തിട്ട് ആണിയൊക്കെ അടിച്ച് പെട്ടകത്തെ റെഡിയാക്കി. കാരണം ഈ പറഞ്ഞ മൃഗങ്ങളെയും എല്ലാവരെയും കൂടി ഉൾക്കൊള്ളുന്ന നിലയിൽ ഒരു പെട്ടകം ഉണ്ടാക്കണ്ടേ. ഇന്നത്തെ ആധുനിക സംവിധാനങ്ങളൊന്നും ഇല്ല. ഇന്നാണെങ്കിൽ ഇരുമ്പിൻ്റെ പ്ലേറ്റുകൾ വെച്ച് അങ്ങോട്ട് വെൽഡ് ചെയ്ത് പടപടേന്ന് സ്വത്രം ഇത് ചെയ്യാം. ഇത് ഈ മനുഷ്യൻ ആ പെട്ടകം ഉണ്ടാക്കിയെടുത്തു. ദൈവം കൊടുത്ത ബുദ്ധിക്കനുസരിച്ച് അതൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് പ്രസംഗിച്ചു. സ്വത്രം. ദൈവത്തിൻ്റെ ഹിതപ്രകാരം താനെല്ലാം ചെയ്തു. ഹല്ലേലൂയ. താനും തൻ്റെ ഭാര്യയും കുടുംബവും എല്ലാം അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് എന്ത് ചെയ്തു? കയറി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ദൈവം ഒരു വലിയ കാര്യം ചെയ്തു. യഹോവ പെട്ടകത്തിൻ്റെ വാതിൽ തച്ചു. ഇവിടെ ഒരു ദൂത് പറയാൻ പോവാ ഞാൻ. കൃപയുടെ വാതിൽ അടയാൻ പോവുക. യേശുക്രിസ്തു ആകുന്ന പെട്ടകത്തിൽ കയറി രക്ഷപ്പെടാനുള്ള ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് ഈ കാലഘട്ടങ്ങൾ. ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം, ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, നീ നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും. കർത്താവിൽ വിശ്വസിച്ച് രക്ഷപ്പെടാനുള്ള ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ദൈവം നമുക്ക് തന്നിരിക്കുക. ക്രിസ്തുവാകുന്ന പെട്ടകത്തിൽ കയറി രക്ഷപ്പെട്ടോ? ക്രിസ്തുവിൻ്റെ പ്രമാണം അനുസരിച്ച് കർത്താവിനെ വിശ്വസ്തയോടെ പിൻപറ്റിക്കുവോ? നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് തന്നിരിക്കുന്ന ആത്മീയ യാഗം നമ്മെ തന്നെ സമ്പൂർണ്ണമായി ദൈവസ്ഥലിൽ സമർപ്പിച്ച് നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ ഇഷ്ടങ്ങൾ, നമ്മുടെ താല്പര്യങ്ങൾ, സ്വാർത്ഥതകളെല്ലാം മാറ്റിവെച്ചിട്ട് ദൈവേഷ്ടം ചെയ്തുകൊണ്ട് ഓരോ ദിവസവും ദൈവത്തെ പ്രസാദിപ്പിച്ച് മുമ്പോട്ട് പോക്കോ, നമുക്ക് നിത്യതയിൽ ചെന്നെത്താം. യാതൊരു തടസ്സങ്ങളും കൂടാതെ നമുക്ക് നിത്യതയിൽ ചെന്നെത്താൻ കഴിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്ത വാക്യം പാസ്റ്റർ. അതിനാൽ അവൻ ലോകത്തെ കുറ്റം വിധിച്ച് വിശ്വാസത്താലുള്ള നീതിക്ക് അവൻ അവകാശിയായി. ദൈവം പറഞ്ഞതുപോലെ ചെയ്തപ്പോൾ വിശ്വാസത്തുള്ള നീതിക്ക് അവൻ അവകാശിയായി. അങ്ങനെയാണ് നോഹ അനുഗ്രഹിക്കപ്പെടുന്നത്. നമുക്കറിയാം നോഹയുടെ ജീവിതത്തിൽ ചില തകർച്ചകളൊക്കെ വന്നു, കാര്യം ശരി, സ്തോത്രം. പക്ഷെ ദൈവം പറഞ്ഞത് അവൻ അനുസരിച്ചു എന്നുള്ളതാണ്. കർത്താവ് പറഞ്ഞ് അനുസരിക്കുന്ന എത്രയുണ്ട്? ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെ പ്രമാണിപ്പാത്രങ്ങൾ ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെ ശിഷ്യരാക്കിക്കൊള്ളാം. കർത്താവ് പറഞ്ഞത് അനുസരിക്കുന്ന എത്ര പേരുണ്ട്? പലരും അനുസരിക്കുന്നില്ല. അതിൻ്റെ പരിണിത ഫലം വലിയ നാശത്തിലേക്ക് നമ്മൾ പതിക്കാനിടയായിത്തീരും ചിലപ്പോൾ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവവചനം എന്ത് പറയുന്നോ അതങ്ങ് അനുസരിച്ചിരിക്കുക. തമ്മിൽ ഭാരങ്ങളെ ചോപ്പിനെങ്കിൽ ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം നിവർത്തിപ്പീൻ. കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന പ്രമാണം നമ്മൾ ഓരോ ദിവസവും അനുസരിച്ച് അങ്ങോട്ട് ജീവിച്ചേക്കുക. ഒരു ദോഷവും നമുക്ക് സംഭവിക്കത്തില്ല. കർത്താവിനെ പ്രസാദിപ്പിച്ച് കർത്താവിൻ്റെ ഇഷ്ടം ചെയ്ത് ദൈവവചന വ്യവസ്ഥപ്രകാരം ജീവിച്ചാൽ മനുഷ്യർ ചിലപ്പോൾ നമ്മളെ വെറുത്തെന്ന് വരാം, മനുഷ്യർ നമ്മൾ ഒരുപക്ഷെ വിടക്കെന്ന് എണ്ണിയെന്ന് വരാം, മനുഷ്യർ ഒരുപക്ഷെ നമ്മളെ കൈവിട്ടെന്ന് വരാം. എന്നാൽ നീയും ഞാനും ദൈവത്തെ പ്രസാദിപ്പിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്ത് ദൈവവചന വ്യവസ്ഥപ്രകാരം ജീവിച്ചാൽ നമുക്ക് ആ ശുഭതുറമത്തേക്ക് സുഗമമായി യാത്ര ചെയ്യാൻ കഴിയും. അതെ, രാവിലെ ഇവിടെ വന്നപ്പോൾ ഒരു പാട്ട് പാടി, നിങ്ങൾ ശ്രദ്ധിച്ചു വന്നു. ആരെങ്കിലും മരിക്കാൻ നോക്കിയിരിക്കുന്നു വേണ്ട ആ പാട്ടൊന്നും പാടാൻ. ഇപ്പം നമ്മുടെ പെന്തക്കോസ്തുകാർക്ക് അങ്ങനെ ഒരു പതിവ്, ആരെങ്കിലും ചാകണം സമയാമാരത്തിൽ പാടണമെങ്കിൽ. ആ പാട്ടിൻ്റെ അർത്ഥം തന്നെ എന്താ? സമയാമാരത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു, എൻ സ്വദേശം കാണേണ്ടത് ബന്ധപ്പെട്ട് ആരുടെ മുമ്പ് ഇരുന്നാ പാടുന്നത്? ശവത്തിൻ്റെ മുമ്പ് ഇരുന്ന് പാടുക. ജീവിച്ചിരിക്കുമ്പോഴാണ് പാടേണ്ടത്. ആ നാഗൽ സാഹിബിന് നാണക്കേടാണ് ഇന്നത്തെ പെന്തക്കോസ്തുകാരുകാർ. ഞങ്ങളൊക്കെ വീട്ടിൽ ഇരുന്ന് പാടുന്ന പാട്ടുകളാണ്. വീട്ടിൽ ഇരുന്നൊക്കെ പാട്ട് പാടാൻ നേരത്ത് ചില അമ്മച്ചിമാർ ചോദിക്കും, എടാ മൂദേവി നിനക്ക് പാടാൻ വേറെ പാട്ടൊന്നും കിട്ടിയില്ലെന്ന് അങ്ങനെ ചോദിക്കാറുണ്ട്. കാരണം എന്താ? കാക്കാലേക്ക് പാടുന്ന പാട്ടാണ് അവിടെ പാടുന്നത്. അല്ല ദൈവമക്കളെ, ജീവിച്ചിരിക്കുമ്പോൾ പ്രത്യാശയോടെ തേടുവാൻ ലോകത്തിൻ സുഖം ഇപ്പോഴല്ല സമയം. നമ്മുടെ ജഡത്തെ പ്രസാദിപ്പിക്കാനും നമ്മുടെ ഇഷ്ടം ചെയ്യാനുള്ള സമയം ഇതല്ല. ദൈവമുഖം കാണുവാൻ വേണ്ടി വാഞ്ചയോടെ ഓടുകയാണ് അഭികാമി എന്ന നാഗൽ സാഹിബ് എഴുതി വെച്ചത്. എത്ര മനോഹരം! ഹല്ലേലൂയ,
അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്ക് ലഭിച്ചിരിക്കുന്ന സമയവും നമുക്ക് ലഭിച്ചിരിക്കുന്ന സാഹചര്യങ്ങൾ ദൈവത്തെ പ്രസാദിപ്പിക്കുക. ജോലി ചെയ്യേണ്ടെന്നോ പഠിക്കേണ്ടെന്നോ അധ്വാനിക്കേണ്ടെന്നോ ഒന്നും അർത്ഥമാകുന്നില്ല. അവരവർക്ക് അതിൻ്റെതായ വിധേയപ്പെട്ട് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം അവർ ചെയ്തു കൊള്ളുക. അതിനേക്കാൾ ഉപരി ദൈവത്തെ പ്രസാദിപ്പിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്ത് വിശുദ്ധന്മാർ ചെയ്തതുപോലെ നമ്മളും ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്കവിടെ ചെന്നെത്താം. ഈ എബ്രായ ലേഖനം 11-ാം അധ്യായം വിശ്രാമ സ്ഥലത്തുള്ള ഭക്തന്മാരെ കുറിച്ച് എടുത്ത് പറയുന്നത്. യാഗം കഴിച്ച് നിയമം ചെയ്ത വിശുദ്ധന്മാരെ എൻ്റെ അടുക്കൽ കൂട്ടുവിൻ, സങ്കീർത്തനം 50-5. ആ ഗ്രൂപ്പിൽപ്പെട്ട ഇവരാണിത്. അവർ യാഗം കഴിച്ച് നിയമം ചെയ്ത് അവർക്ക് കൊടുത്ത ആക്ഷരിക യാഗം. നമ്മുടെ യാഗം ആക്ഷരികമല്ല, അത് ആത്മീയമാണ്. നാം നമ്മെ തന്നെ സമർപ്പിക്കുന്നതാണ് യാഗമെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി അതിലേക്ക് ഞാൻ വരുന്നില്ല. സ്തോത്രം. അതുകൊണ്ട് നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മൾ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട ജനം ചത്തൊടുങ്ങിയതുപോലെ ഒരുപക്ഷെ നമ്മളും നശിച്ചു പോകാനിടയായിത്തീരും. സമയത്തിന്റെ പരിമിതി കൊണ്ട് ഞാൻ വേഗത്തിൽ മുമ്പോട്ട് പോകുന്നു. വായിക്കാം പാസ്റ്റർ, അടുത്ത വായി. വിശ്വാസത്താൽ തനിക്ക് അവകാശമായി ദേശത്തേക്ക് യാത്രയാകുവാൻ വിളിക്കപ്പെട്ടാറേ അനുസരിച്ച് എവിടേക്ക് പോകുന്നു എന്ന് അറിയാതെ പുറപ്പെട്ടു. എന്റെ ദൈവമേ, അവിടെ എഴുതിയേക്കണുണ്ടോ? എവിടേക്ക് പോകുന്നു എന്നറിയാതെ പുറപ്പെട്ടു. അബ്രഹാമും തൻ്റെ ഭാര്യമാരും മക്കളും കുഞ്ഞുകുട്ടികളും മൃഗസമ്പത്ത് എല്ലാം കൂടി ഇങ്ങനെ യാത്ര ചെയ്ത് പോവുക. ഇപ്പോൾ അനീഷ് ബ്രദർ, അബ്രഹാം സാറേ ഇങ്ങോട്ടാ പോകുന്നേ? അപ്പോൾ അബ്രഹാമിൻ്റെ മറുപടി എന്തായിരിക്കും? അറിയില്ല. പിന്നെ ഇതിലെ യാത്ര ചെയ്യുന്നത് ദൈവം പറഞ്ഞു പോകാൻ, അതുകൊണ്ട് പോവുക. ദാറ്റ് ഈസ് ഫെയ്ത്ത്. അതാണ് വിശ്വാസം. അതാണ് ദൈവത്തെ പ്രസാദിപ്പിക്കൽ. പൗലോസ് മനോഹരമായ ആത്മാവിൽ എഴുതി വെച്ചേക്കുക. എവിടേക്ക് പോകുന്നു എന്നറിയാതെ പുറപ്പെട്ടു. എന്താ അബ്രഹാമേ ലക്ഷ്യം? അറിയില്ല. പിന്നെ എന്തിനായി യാത്ര? ദൈവം പറഞ്ഞു, അതുകൊണ്ട് പോവുക. അപ്പൊ ദൈവം പറയുന്നത് അനുസരിക്കുക. സ്പർജനാണെന്ന് തോന്നുന്നു, സ്നാനപ്പെട്ടതിന് ശേഷം ഒരു കല്ലെടുത്ത് തലയിൽ വെച്ച് സ്നാനക്കുളത്തിൻ്റെ മുമ്പ് ഇങ്ങനെ ചുറ്റണമെന്ന് പറഞ്ഞാൽ ഞാൻ ചുറ്റി, എനിക്കൊരു കുഴപ്പമില്ല. പുസ്തകത്തിൽ എഴുതിയ സ്നാനപ്പെട്ടതിന് ശേഷം ഒരു കല്ലെടുത്ത് വെച്ച് യാത്ര ചെയ്യാനായിട്ട് പുസ്തകത്തിൽ എഴുതിയാൽ ഞാനത് ചെയ്യും. എനിക്ക് മടിയൊന്നുമില്ല, എനിക്ക് ലജ്ജയൊന്നുമില്ല. കാരണം ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്ന അനുസരിക്കും എന്നുള്ള അർത്ഥത്തിലാണ് അതാണ് പറഞ്ഞത്. അതുപോലെ നമ്മൾ ദൈവവചനം അനുസരിക്കണം. നമുക്ക് കിട്ടിയ ശക്തമായ പ്രമാണം, വിശുദ്ധിയുടെ പ്രമാണം, തേജോമനായ ദൈവം അപ്പോസ്തലന്മാരുടെ നമുക്ക് തന്നിരിക്കുന്ന വിശുദ്ധ പ്രമാണം നമ്മൾ അനുസരിച്ചേ പറ്റൂ. എന്നാലേ ലക്ഷ്യസ്ഥാനത്ത് ചെന്നെത്താൻ പറ്റത്തുള്ളൂ. അതാണ് ഞാൻ ശക്തിയോടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദിവസങ്ങളിൽ. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് കൂട്ടായ്മ ആയിരിച്ചു, അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ചും പോന്നു. അവരെ കർത്താവ് തൻ്റെ സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. ആ സഭയെ ചേർക്കാൻ കർത്താവ് വാനവേഗത്തിൽ വരാൻ പോകുന്നു. എത്ര പേർ ഒരുങ്ങിയിരിക്കുന്നു? എത്ര പേർ ആ പ്രത്യാശയോടെ ആയിരിക്കുന്നു? ഹല്ലേലൂയ. അബ്രഹാം വിളി കേട്ട് ഇറങ്ങി തിരിച്ചു. എവിടേക്ക് പോകുന്നു എന്നറിയാതെ പുറപ്പെട്ടു. അതാ ദൈവമക്കളെ വിശ്വാസവും അനുസരണവും. ദൈവം പറഞ്ഞ ചെയ്തോളൂ, അത്രേ ഉള്ളൂ. പുറപ്പെടാൻ പറഞ്ഞാൽ പുറപ്പെടുക. പിന്നെ അവിടെ ആലോചിക്കേണ്ട കാര്യമില്ല. കാരണം പറഞ്ഞിരിക്കുന്ന ആരാ? ദൈവമാ പറഞ്ഞത്. ഏലിയാവിനോട് ദൈവം എന്താ പറഞ്ഞത്? കെരീത്ത് തോട്ടിൽ പോയി ഒളിച്ചിരിക്കാൻ പറഞ്ഞു. അപ്പോൾ പുള്ളി ചോദിക്കുക, അങ്ങനെ ഒളിച്ചിരിക്കുകയാണെങ്കിൽ ഫുഡൊക്കെ അങ്ങനെ കിട്ടുവാണോ? അങ്ങനെ ചിന്തിച്ചോ? എന്താ പാസ്? അപ്പൊ അടുത്ത ദൈവത്തിന്റെ കൽപ്പന, നിന്നെ പുലർത്താൻ ഞാൻ കാക്കയോട് കൽപ്പിച്ചിരിക്കുന്നു. കാക്കയോട് കൽപ്പിച്ചിരിക്കുന്നു. ഏലിയാവ് കെരീത്ത് തോട്ടിൽ വന്ന് ഒളിച്ചിരിക്കുമ്പോൾ ഏലിയാവിന് കൊടുക്കാനുള്ള കൽപ്പന കാക്കയോട് കൊടുത്തു കഴിഞ്ഞാൽ അത് കൊടുക്കും. ഒരു മനുഷ്യന് സാധനം കൊടുക്കാത്ത കാക്ക. കൊച്ചു കുട്ടികളുടെ കയ്യിൽ വല്ലതും ഇരിക്കുകയാണെങ്കിൽ തട്ടി പറിച്ചുകൊണ്ട് പോകും. അതാണ് കാക്കയുടെ സ്വഭാവം. ആ കാക്കയോട് പറഞ്ഞേക്കണം, എൻ്റെ ദാസൻ അവിടെ ഇരിപ്പുണ്ട്, എല്ലാ ദിവസവും രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം എന്ത് ചെയ്യണം? അപ്പവും ഇറച്ചിയും കൊണ്ട് രാജാവിൻ്റെ കൊട്ടാരത്തിൽ നിന്ന് അടിച്ചുകൊണ്ട് പോയി കൊടുത്തെന്നാണ് പറയുന്നത്. എന്നൊക്കെയാണ് വേദപണ്ഡിതന്മാർ പറയുന്നത്. അതെന്തു ആകട്ടെ, ദൈവം കൽപ്പന ഇട്ടാൽ കാക്കയല്ല ആരാണെങ്കിലും അനുസരിക്കും. യോനയെ വിഴുങ്ങാനായിട്ട് മത്സ്യത്തോട് കൽപ്പിച്ചോ? മത്സ്യം എന്താ വല്ലതും പറഞ്ഞോ? മത്സ്യമുണ്ടോ ആ ഡ്യൂട്ടി ചെയ്തു. നമ്മളാണ് പ്രിയമുള്ളവർ ചെയ്യാത്തത്. കർത്താവ് കൽപ്പിച്ച് ചെയ്യാത്ത മനുഷ്യജീവികളേ ഉള്ളൂ. പക്ഷികളും മൃഗങ്ങളും ഒക്കെ കർത്താവ് പറഞ്ഞത് അങ്ങനെ തന്നെ അനുസരിക്കും. ഹല്ലേലൂയ. കാരണം അവർ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്.
അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അബ്രഹാമിന്റെ വിശ്വാസത്തെക്കുറിച്ച് ഇവിടെ ഇതാ അപ്പോസ്തലൻ പറയുന്നു, എവിടേക്ക് പോകുന്നു എന്നറിയാതെ പുറപ്പെട്ടു. ഓ, എത്ര ഭയങ്കരമായ ഒരു വിശ്വാസത്തിന്റെ കാൽച്ചൂട് വെപ്പിച്ചുള്ള യാത്രയാണത്. നമ്മളാരെങ്കിലും, ഇപ്പം ഞാൻ വിദേശത്തേക്ക് പോവുക, എനിക്ക് വിസയുണ്ട്, എവിടെ ഇങ്ങോട്ട് പോകാൻ? എൻ്റെ വിസയൊന്നുമില്ല, ഞാൻ പോകുന്നുമില്ല. ഞാൻ പറയാം, നേരത്തെ പോയിട്ടുണ്ട്. ഒരു വിസ അടിച്ചാൽ ലക്ഷ്യമുണ്ട് പോകാനായിട്ട്. സൗദിയിലേക്കുള്ള വിസ, ഖത്തറിലേക്കുള്ള വിസ, അമേരിക്ക, ലണ്ടനിലേക്കുള്ള വിസ അടിച്ചു കഴിഞ്ഞ ഒരു വ്യക്തി അങ്ങനെ ലക്ഷ്യം, ഇത് ഒരു ലക്ഷ്യവും ഇല്ല. ഞാൻ നിന്നോട് കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് യാത്രയാകാൻ വിളിക്കപ്പെട്ടു, പോകാൻ പറഞ്ഞു. എല്ലാം കൂടും കുടുക്കൊക്കെ എടുത്തുകൊണ്ട് ഇങ്ങനെ പോവുക ഈ വയസ്സനെ മനുഷ്യൻ. വിശ്വാസത്താലുള്ള അവൻ്റെ യാത്ര എത്ര മനോഹരം! ഹല്ലേലൂയ. യാത്ര ചെയ്ത് പോയി 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 അവസാനം എന്ത് ചെയ്തു? ദൈവത്തിൻ്റെ ലക്ഷ്യപ്രാപ്തിയിലേക്ക് അവൻ പ്രവേശിച്ചു. അവസാനം അവൻ ദൈവത്തോട് പറയുന്ന ഒരു ഭാഗമുണ്ട്, അതിൻ്റെ ഹൃദയത്തിലേക്ക് വരിക. കർത്താവേ, ഞാൻ മക്കളില്ലാത്തവനായി നടക്കുകയാണല്ലോ, എൻ്റെ ഈ ദാസിയുടെ മകനാണല്ലോ എൻ്റെ സകലത്തിന് അവകാശം. ഇപ്പം ദൈവം എന്താ അവനോട് പറഞ്ഞു? അതല്ല, ദാസിയുടെ മകനല്ല, നിന്റെ മകൻ തന്നെ ഈ സ്വത്തിനൊക്കെ അവകാശിയാകുമെന്ന് ദൈവം ഒരു വാഗ്ദത്തം കൊടുത്തു. ആ വാഗ്ദത്തെ മുറുകെ പിടിച്ച് വിശ്വാസത്താൽ അബ്രഹാം ആ വാഗ്ദത്തെ നിവർത്തി പ്രാപിച്ചു. അതും ഇന്നത്തെ പ്രസംഗത്തിൻ്റെ ഒരു പ്രധാന വിഷയമാണ്. അതിലേക്ക് ഞാൻ വരുന്നു. റോമാലേഖനം 4-ാം അധ്യായത്തിൻ്റെ 17 മുതലുള്ള വേദഭാഗങ്ങൾ വായിക്കാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്നവനായി താൻ വിശ്വസിച്ച ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അവൻ നമുക്കെല്ലാവർക്കും പിതാവാകേണ്ടതിന് തന്നെ. അബ്രഹാമിന്റെ വിശ്വാസം വന്നിട്ട് ഞാൻ അബ്രഹാമിന്റെ വിശ്വാസത്തിന്റെ കാൽച്ചുവടുകളിലേക്ക് ഒന്ന് മെസ്സേജ് ഒന്ന് മാറ്റുകയാണ് കേട്ടോ. ദൈവാത്മാവ് അങ്ങനെ കൊണ്ടുപോവുക. കാരണം നമ്മുടെ വിഷയം ഫെയ്ത്താണ്, നമ്മുടെ പ്രധാന വിഷയം ഫെയ്ത്താണ്. അതുകൊണ്ടാണ് അങ്ങനെ പോകാനായിട്ട് ആത്മാവിൽ ഞാൻ നിയോഗിക്കപ്പെടുന്നത്. സ്തോത്രം. ഇവിടെ നമ്മൾ പാസ്റ്റർ വായിച്ച വാക്യം, മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്നവനായി താൻ വിശ്വസിച്ച ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അവൻ നമുക്കെല്ലാവർക്കും പിതാവാകേണ്ടത് തന്നെ. ആ 17-ാം വാക്യം എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് കേട്ടോണേ. മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്നവനായി താൻ വിശ്വസിച്ച ദൈവത്തിന്റെ ദൃഷ്ടിയിൽ. അപ്പൊ ദൈവമാരാ? വാക്യപ്രകാരം മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുകയും ചെയ്യുന്ന ദൈവമെന്ന് നമ്മൾ ഇന്ന് വിശ്വസിക്കണം. ലാസറിനെ ഉയർപ്പിച്ചു, ബാലയെ ഉയർപ്പിച്ചു. സ്വത്രം. മരിച്ചുപോയ വ്യക്തികളെ ഉയർപ്പിക്കുന്നൊരു ദൈവമുണ്ട്. ജീവൻ കൊടുത്തവന് ജീവൻ എടുക്കാനും പിന്നെ തിരിച്ചു കൊടുക്കാനും ശക്തിയുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കണം. നമ്മുടെ ചെറിയ ചെറിയ പ്രശ്നങ്ങളെ ദൈവത്തിൽ വെച്ച് കടന്ന് പുലമ്പരുത്. നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും. എനിക്ക് നിങ്ങൾക്കും അങ്ങനെയുള്ള വിശ്വാസമില്ല. ഇന്ന് പകൽക്കാലം ദൂതിലൂടെ ദൈവാത്മാവ് എന്നെ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമെന്ന് ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുക. ഞാനിപ്പോൾ പ്രാർത്ഥിക്കാറുണ്ട് ആ വിഷയം. കർത്താവ്, എനിക്ക് വിശ്വാസം കുറവാണ്, എനിക്ക് വിശ്വാസം തരണം. ഈ മലയോട് മാറിപ്പോകാൻ പറഞ്ഞാൽ മാറിപ്പോകും. ആ വാക്യത്തെ ഒരു ടീച്ചറും കുഞ്ഞുങ്ങളും വിശ്വസിച്ചു എന്നൊരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്. പെട്ടെന്ന് പറയാം. ഒരു വലിയ മല പോലൊരു കല്ല് ഒരു സ്കൂളിൻ്റെ മുമ്പിൽ ഇരിക്കുക, ആ ഗേറ്റിൻ്റെ അടുത്ത് തന്നെ ഇരിക്കുക. ആ കല്ല് അവിടെ നിന്ന് മാറ്റിക്കളയാനോ ലക്ഷക്കണക്കിന് രൂപ വേണം അത് പൊട്ടിച്ചൊക്കെ മാറ്റാൻ. അപ്പോൾ സ്കൂൾ അധികൃതർ എല്ലാവരും കൂടി ഇങ്ങനെ ബുദ്ധി എന്ത് ചെയ്യുമെന്ന് ഓർത്തു. അപ്പോൾ കുട്ടികളോട് ഒരു ടീച്ചർ പറഞ്ഞു, ഒരു വിശ്വാസി ടീച്ചർ എന്ന് പറഞ്ഞു, നമുക്ക് കർത്താവ് ഇങ്ങനെ പറയുന്നുണ്ട്, മലയോട് മാറിപ്പോകാൻ പറയാതെ മാറിപ്പോകുമെന്ന്. നമുക്ക് എന്ത് ചെയ്യാൻ, ഈ കല്ല് ഇവിടെ നിന്ന് മാറ്റാൻ നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാമെന്ന് കുഞ്ഞുങ്ങളോട് പറഞ്ഞു. ഈറ്റുകൾ ഒന്നും അറിഞ്ഞൂടാത്ത കുഞ്ഞുങ്ങളല്ലേ, അവർ സ്വർഗരാജ്യത്തിൽ പോകാൻ സ്വത്രം എന്താ പറയുക, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയിത്തീരും സ്വർഗം. അപ്പോൾ സ്വർഗത്ത് പോകാൻ ക്വാളിറ്റിയുള്ള കുഞ്ഞുങ്ങളാണ്.
ആഴ്ചകൾ ഇരുന്നങ്ങ് പ്രാർത്ഥിക്കാൻ, കർത്താവെ മല മാറ്റിത്തരണം, ഈ കല്ല് മാറ്റിത്തരണം, ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, ഞങ്ങൾക്ക് പോകാനുള്ള വഴിയൊന്നുമില്ല, ഇതങ്ങ് മാറിയാൽ നല്ല വിശാലമായ വഴി ഇവിടെ ഉണ്ടാക്കാം, ആ കല്ല് മാറ്റിത്തരണം, കല്ല് മാറ്റാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ചില മാസങ്ങൾ കഴിഞ്ഞപ്പോൾ സർക്കാരിൽ നിന്നൊരു ഓർഡർ വന്നു, കല്ല് അവിടെയുള്ള പാറക്കല്ലുകളെല്ലാം പൊട്ടിച്ചെടുത്ത് കടൽ തീരത്ത് കൊണ്ടിടാനായിട്ട്. അപ്പോൾ അവർ വന്ന് ചോദിച്ചു, ഈ സ്കൂൾ അധികൃതരോട് ചോദിച്ചു, ഈ പാറക്കല്ല് പൊട്ടിച്ചെടുക്കുന്നതിന് തടസ്സമുണ്ടോ എന്ന്. ഒരു തടസ്സമില്ലെന്ന് അവർ പൊട്ടിച്ച് അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം കേട്ട മാത്രയിൽ അവർ വന്നിട്ട് അതെല്ലാം പൊട്ടിച്ച് അവിടെ നിന്ന് മാറ്റി മനോഹരമായ ഒരു വഴി അവിടെ ഉണ്ടാക്കി കൊടുത്തു എന്നാണ് കഥ. ഒരു കഥയാണെങ്കിൽ പോലും അതിലെന്തോരം അർത്ഥമടങ്ങിയിരിക്കുന്നു പ്രിയമുള്ളവരെ. കുഞ്ഞുങ്ങളുടെ പ്രാർത്ഥന ദൈവം കേൾക്കത്തില്ലേ? നമ്മൾ പ്രാർത്ഥിച്ചാൽ, വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കത്തില്ലേ? തീർച്ചയായിട്ടും കേൾക്കും. അതുകൊണ്ട് ഇന്ന് പിൽക്കാലം വിശ്വാസം വർദ്ധിപ്പിച്ചു തരാനായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഞാൻ സ്തോത്രം റോമർ 4:10 വരുന്നു. വിശ്വാസത്തെക്കുറിച്ച് ഇവിടെ അബ്രഹാമുമായിട്ട് ബന്ധപ്പെട്ട ആ വാക്യം ഇതാണ്: മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്നവനായി താൻ വിശ്വസിച്ച ദൈവത്തെ. അപ്പോൾ അബ്രഹാമിനൊരു വിശ്വാസമുണ്ടായിരുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്, ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുന്ന ഒരു ദൈവമുണ്ട്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിലെ വിഷയം അബ്രഹാമിന് അറിയാമായിരിക്കാം. അല്ല, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുകയല്ലേ ചെയ്തേ? ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുക ചെയ്തത്. സ്തോത്രം, സ്തോത്രം. അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നത്? സ്തോത്രം, സ്തോത്രം. ഉൽപ്പത്തി